കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. പേരാമ്പ്ര ഡിവൈഎസ്പി അടക്കമുള്ളവരുടെ വീടുകളിലേക്ക് പ്രകടനം നടത്താൻ തീരുമാനം. പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവുമായി LDF. UDF പ്രതിഷേധ യോഗത്തിനിടെ നടന്ന സംഘർഷത്തിൽ 325 പേർക്കെതിരെ കേസ്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ താലിബാന്റെയും പാകിസ്ഥാന്റെയും സുരക്ഷാ സേനകൾ ഏറ്റുമുട്ടി. പാകിസ്ഥാൻ സൈനിക ഔട്ട് പോസ്റ്റുകൾ പിടിച്ചെടുത്തതായി താലിബാൻ. 15 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. തിരിച്ചടിച്ചെന്ന് പാകിസ്ഥാൻ. ഗസയിലെ ഇസ്രായേൽ ബന്ധികളെ തിങ്കളാഴ്ച മുതൽ മോചിപ്പിക്കുമെന്ന് ഹമാസ്. കരാറിന്റെ ഭാഗമായി 2000-ഓളം ഹമാസ് ബന്ധികളെ മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ. ഗാസ സമാധാന ഉച്ചകോടി നാളെ ഈജിപ്തിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ പങ്കെടുക്കും. ട്രംപിന് നന്ദി പറഞ്ഞ് ടെൽ അവീവിൽ കൂറ്റൻ റാലി. എറണാകുളം കോതമംഗലത്തെ 23-കാരി ജീവനൊടുക്കിയതിന് കാരണം ലവ് ജിഹാദ് അല്ലെന്ന് കുറ്റപത്രം. പെൺകുട്ടി ജീവനൊടുക്കിയത് പ്രണയം തുടരാനാകില്ലെന്ന മനോവിഷമത്തിൽ. കുറ്റപത്രം ഈ ആഴ്ച കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. CPIM നേതാവ് EP ജയരാജന്റെ ആത്മകഥ പ്രകാശനത്തിന് തയ്യാർ. ഇതാണ് എന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നവംബർ 3 കണ്ണൂരിൽ. മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. പ്രസാധകർ മാതൃഭൂമി ബുക്സ്.